വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇത് NS400Z മോഡലിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കാണ്, അല്ല റിവ്യൂ വീഡിയോ ഒന്നല്ല, ജസ്റ്റ് നമുക്കൊരു ഫസ്റ്റ് ലുക്ക് അല്ലെങ്കിൽ വാക്ക് അറൗണ്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു വീഡിയോ. ജസ്റ്റ് ഈ വണ്ടീനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ ബജാജിൻ്റെ പ്ലാനിൽ ഈ ഒരു ഏരിയയിലാണുള്ളത്. ഇവിടെ ഇപ്പോൾ ഇവൻറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളൂ. NS400Z എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഈ സെറ്റ് എന്താണെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജീവ് ബജാജ് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഈ സെറ്റ് മീൻസ് കുറച്ചുകൂടി കൂടുതൽ വേരിയൻ്റ് അല്ലെങ്കിൽ ഈ പോർട്ട്ഫോളിയോയിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് മൂപ്പർ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ പുതിയൊരു വേരിയൻ്റ് അല്ലെങ്കിൽ പുതിയൊരു വേർഷൻ എന്നുള്ള പോലെ ഇനിയും മോഡൽസ് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. NS400S അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ചെറിയ വേരിയൻ്റ് പോലെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലുള്ളൊരു ഹിൻ്റാണ് രാജീവ് ബജാജ് തന്നിട്ടുള്ളത്. ഞാനിപ്പോൾ നേരത്തെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, മൈക്കിൽ ഒന്നും ഓഡിയോ കിട്ടിയില്ല, അപ്പോൾ രണ്ടാമത്തെ ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വണ്ടീനെ കുറിച്ച് സംസാരിക്കാം. ഇങ്ങനെ POV ഷോട്ടാണ് ഇതിൽ. വണ്ടിൻ്റെ സൈഡ് ലുക്ക് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റിൽ വണ്ടിയുടെ ഫസ്റ്റ് തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന 373cc വലിയ എഞ്ചിനാണ്. ഡൊമിനാറിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം എഞ്ചിൻ, പക്ഷേ പവർ ആൻഡ് ടോർക്കിൽ ഒക്കെ സിമിലർ ആണെങ്കിലും അതിൻ്റെ ട്യൂണിങ്ങിലൊക്കെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഇവൻറ്റിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഡൊമിനാർ ഈസ് പ്ലേസ്ഡ് ആസ് എ സ്പോർട്സ് ടൂറർ. അതായത് മാക്സിമം ടൂറിങ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ മാക്സിമം ലോ ആൻഡ് ടോർക്കും ഒക്കെ, അതായത് ടൂറിങ്ങിന് ഏറ്റവും കൂടുതൽ എയ്ഡാവുന്ന രീതിയിലുള്ളൊരു പവർ ആൻഡ് ടോർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് ആ എഞ്ചിന് ട്യൂൺ ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ വണ്ടിക്ക് അവർ കൊടുത്തിട്ടുള്ള ട്യൂണിങ് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഡിഫറൻ്റ് ആണ്. അതായത് ഇനിയും കൂടുതൽ പുഷ് ചെയ്യാന്നുള്ളത്, അതായത് ടിപ്പിക്കൽ പൾസറിൻ്റെ ഒരു ട്യൂണിങ്ങാണ് അവർ കൊടുത്തിട്ടുള്ളത് എന്നുള്ള ആ ഒരു രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. നമുക്ക് അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് വണ്ടി ഓടിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇന്ന് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല, എനിക്ക് ഫ്ലൈറ്റ് ഉണ്ട്, ഞാൻ നേരെ തിരിച്ച് കയറും. എനിക്ക് വണ്ടി നമുക്ക് നാട്ടിൽ നിന്ന് അറേഞ്ച് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നാവും എൻ്റെ ഒരു റിവ്യൂ വീഡിയോ ഒക്കെ. പിന്നെ വണ്ടിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഈ ഒരു പെരിമീറ്റർ ഫ്രെയിം മുതൽ ഇങ്ങോട്ട് അങ്ങോട്ട് ബാക്കിലോട്ട് ഓൾമോസ്റ്റ് സിമിലർ ആണ് NS200 വെച്ച് നോക്കുമ്പോൾ. പാനൽസിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഫ്രണ്ട് ഇവിടെ ടാങ്കൊക്കെ സിമിലർ ആണ്, ബട്ട് ഈ ഒരു ടാങ്ക് മുതൽ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഏരിയാസൊക്കെ നല്ല രീതിയിൽ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓനെ കണ്ട് നടക്കാൻ കണ്ട നേരം നമുക്ക് ബാക്കി പറയാം. ഇവിടെ ഈ ഒരു ഏരിയ ഒക്കെ ഉണ്ടല്ലോ, ഇത് സ്ട്രീറ്റ് ഫൈറ്റർ V4 ഇൻസ്പയർ ആവുന്ന രീതിയിൽ ആ ഒരു ടൈപ്പായിട്ടുള്ള ഒരു ട്രാങ്ക് റോഡ് പോലെ തോന്നുന്നത്. ഞാൻ എങ്ങനെ നോക്കിയിട്ടും ഡ്യൂക്കാറ്റിയുടെ ആ സ്ട്രീറ്റ് ഫൈറ്റർ V4 ആ ഒരു ടച്ച് എനിക്ക് ഈ ഒരു സൈഡ് പാനലിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സിൽവർ കളറൊക്കെ കൂടെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്, മേ ബി എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും തോന്നും. പിന്നെ ഇതിൻ്റെ NSZ എന്ന് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ, സെഡിൻ്റെ ഫുള്ള് കൊടുത്തിട്ടില്ല, ബാക്കി 400 ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 43mm USD ഫോർക്ക് കൊടുത്തിട്ടുണ്ട്. അതും എൻഡ്യൂറൻസിൻ്റെ ആണ് കേട്ടോ, WP ഒന്നുമല്ല. പിന്നെ ഇതിൽ തന്നെ കുറേയൊക്കെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ അലോയ് വീലിൻ്റെ സൈസ് കൂട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ 3 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് കൊടുത്തിട്ടുള്ളത്, ബാക്കിൽ 4 ഇഞ്ചിൻ്റെ. അതായത് ഡൊമിനാറിലും ഒക്കെ വരുന്ന സെയിം സൈസ് KTMലൊക്കെ വരുന്നത്. മുന്നേ RSലും NSലൊക്കെ 200ലൊക്കെ വരുന്ന 2.5 ഇഞ്ചിൻ്റെ ഫ്രണ്ട് റിമ്മും 3.5 ഇഞ്ചിൻ്റെ ബാക്ക് റിമ്മും ആയിരുന്നു. അതായത് 1/2 ഇഞ്ച് വീതം റിമ്മിൻ്റെ വീതി കൂടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് വി ക്യാൻ ഇൻസ്റ്റാൾ വൈഡർ ടയേഴ്സ്. അപ്പോൾ ഇതിൽ 110/70 ഫ്രണ്ട് ടയർ വന്നിട്ടുണ്ട്. പക്ഷേ ഡൊമിനാറിലൊന്നും കൊടുക്കുന്ന ടൈപ്പ് റേഡിയൽ ടയർ അല്ല, ഇത് അതിൻ്റെ താഴെ കിടക്കുന്ന നോർമൽ ടയറാണ്. പിന്നെ ബാക്ക് സൈഡിൽ MRFൻ്റെ റെവ്സ് 140/70 150/60 കൊടുക്കുന്നതിന് പകരം മേ ബി കുറച്ചുകൂടി ടയർ ഹൈറ്റ് കിട്ടാൻ എന്തിനാണ് അവർ കൊടുത്തിട്ടുള്ളത് മനസ്സിലായില്ല, അല്ലെങ്കിൽ കോസ്റ്റ് കട്ടിങ് ആവും. ഇത് പക്ഷേ റേഡിയൽ ടയറാണ്, ഇത് റേഡിയൽ ടയർ അല്ല. പിന്നെ കോസ്റ്റ് കട്ടിങ്ങിനെ കുറിച്ച് പറയാൻ നമ്മുടെ ഈ ഫ്രണ്ടിലെ ഈ USD ഫോർക്കൊക്കെ ഒരു ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. ആ ഗോൾഡൻ ഷെയ്ഡിൻ്റെ ഇപ്പുറത്ത് തന്നെ USD ഫോർക്കിൻ്റെ ഈ ഫോർക്ക് ലെഗ് വരുന്നത് ഇത് ആക്സിയലി മൗണ്ടഡ് ആയിട്ടുള്ള ഗ്രിമാക്കയുടെ കാലിപ്പറാണ്. നമ്മുടെ ഡൊമിനാറിലൊക്കെ വന്നിട്ടുള്ളത് KTMലൊക്കെ വരുന്ന പോലെ റേഡിയൽ മൗണ്ട് ആയിട്ടുള്ള വൈബ്രിഡ് കാലിപ്പറാണ്. അതും 4 പിസ്റ്റൺ കാലിപ്പറാണ്, ഇത് 2 പിസ്റ്റൺ കാലിപ്പറാണ്. രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. ആ ഒരു കാര്യത്തിലൊക്കെ ഇവർ പിശിക്കണമെന്നുള്ളത് എനിക്ക് തോന്നിപ്പോയി. ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ പിശിക്കുന്നത് കണ്ടപ്പോൾ, അതായത് ഇത്രയും സ്പീഡിലും ഒക്കെ പവറിലൊക്കെ പോകാൻ പറ്റുന്ന വണ്ടിക്ക് ഒരു 2 പിസ്റ്റൺ കാലിപ്പർ വെക്കുന്നത് ജസ്റ്റ് ചെറിയ കോസ്റ്റൊക്കെ വരുള്ളൂ. ഒരു 1000-2000 ഒക്കെ ചിലപ്പോൾ കൂടുള്ളൂ ആ ഒരു രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരുത്തുമ്പോൾ. അതുപോലെ ഇവർ കൊടുത്തിട്ടില്ല. എന്തായാലും പോട്ടെ. പിന്നെ ഇതിൽ ഏറ്റവും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇതിനൊക്കെ ഈ 400cc ഇത്രയും വലിയ അപ്ഗ്രേഡൊക്കെ കൊണ്ടുവന്ന് മെഷീനാക്കിയപ്പോൾ ഇതിൽ സ്വിങ്ങാം ഇപ്പോഴും പഴയ പോലെ ബോക്സ് സെക്ഷൻ സ്വിങ്ങാമാണ്. പക്ഷേ ബജാജ് പറഞ്ഞിട്ടുള്ള ഒന്നുകൂടി റീ എഞ്ചിനീയർ ചെയ്തിട്ട് ഒന്നുകൂടി മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഈ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള പവർ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനം തന്നെയാണ്. പക്ഷേ ബജാജ് ഇതുപോലെ ഓരോ കളി കളിക്കാറുണ്ട്. ഞാൻ ഒരു ബജാജിൻ്റെ ഓണർ ആയതുകൊണ്ട് പറയുകയാണ്, നമ്മളിത് കുറേ ആയിട്ട് കാണുന്നില്ല. അതായത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വക്ക് പൊട്ടിയ രീതിയിലുള്ള കുറച്ച്, അതായത് ഇങ്ങനെ കളിയാക്കല്ല, ഒരു വക്ക് പൊട്ടിയ രീതിയിലുള്ള സാധനം ഇറക്കും. എന്നിട്ട് ഇങ്ങനെ ഓരോ കൊല്ലം കൂടുമ്പോൾ ഒരു സ്റ്റിക്കറിൻ്റെ അപ്ഡേറ്റിൻ്റെ അപ്പോൾ അതും ഫിക്സാക്കി കൊണ്ടുവന്ന് ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുവരില്ല എന്നല്ല, അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ അതിനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇവർ ഇട്ട് വെച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇനിയിപ്പോൾ അവർക്ക് അടുത്ത അപ്ഗ്രേഡിൽ ഇത്തിരി കൂടെ വില കൂട്ടിയിട്ട്, അതായത് ഇപ്പോൾ ഇവർ ഇറക്കുന്ന സമയത്ത് 1.85 lakhs ആണ് എക്സ്ഷോറൂം ഡൽഹി പ്രൈസിങ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത അപ്ഗ്രേഡൊക്കെ കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്തിയിട്ട് ആ ഒരു കൂട്ടിയ പ്രൈസിനെ ന്യായീകരിക്കുന്ന രീതിയിൽ ചെയ്യുക. അത് സംഭവം മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ബട്ട് ഇത് കാണുമ്പോൾ ഒരു സങ്കടം, ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു ബൈക്കിനെ ക്രിപ്പിൾഡ് ആക്കിയ പോലത്തെ ഒരു ഫീലൊക്കെ വന്നു, ആ ഒരു സംഭവം മാത്രം.
പിന്നെ ഇവിടെ കുറച്ച് എന്താ വേറെ ഓരോ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അർജൻറ്റീന, കൊളംബിയ, മെക്സിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ നടക്കുക. നമുക്ക് നമ്മളെ കാര്യത്തിലോട്ട് നടക്കാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ തോന്നി. പിന്നെ നമ്മളെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ മാറ്റിയിട്ടുണ്ട്. നമ്മളെ ഫ്ലാറ്റ് ആയിട്ടുള്ള സിംഗിൾ പീസ് ഹാൻഡിൽ ബാറാണ്. അതിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഡ്യൂക്ക് 390 വരുന്ന പോലെ സെറ്റ്, റീസെറ്റ് അങ്ങനത്തെ ഓരോ സാധനം ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്യൂക്ക് 390 വരുന്ന പോലെ പാസ് ബട്ടൺ ഇങ്ങനെ 3 രീതിയിലാക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് പാസ്, ഇത് ഡിമ്മ് അല്ലെങ്കിൽ ബ്രൈറ്റ്, ആ രീതിയിൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ പൊസിഷൻ. പിന്നെ അതിൻ്റെ താഴെ തന്നെ ഇവിടെ ഇത് കണ്ടോ, ഈ വണ്ടിയിൽ വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. ഡ്യൂക്ക് 390 വന്നിട്ടുള്ള ഒരു 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ലെഫ്റ്റിലും റൈറ്റിലും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഫസ്റ്റ് ടൈം ആട്ടോ. പിന്നെ ഈ ബജാജ് ഹസാർഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഹസാർഡ് ബട്ടണൊക്കെ ബജാജ് ഒരു ഫീച്ചറായിട്ട് എടുത്ത് പറഞ്ഞു. അതൊക്കെയാണ് കോമഡി. ഇതൊക്കെ ഓരോ വണ്ടിയിൽ ബേസിക്കായിട്ട് കുറേ കാലമായിട്ട് ഓരോ മാനുഫാക്ചേഴ്സ് കൊടുക്കുന്ന. പിന്നെ ഈ കിൽ സ്വിച്ച് ബട്ടണൊക്കെ ഇങ്ങനെ, പിന്നെ ഈ കിൽ സ്വിച്ച് ബട്ടണൊക്കെ ഇങ്ങനെ 3 പൊസിഷനാണ്. ഈ നമ്മളെ പാസ് ലൈറ്റിൻ്റെ ആ സംഭവം കാണിച്ച പോലെ. എന്നിട്ട് അടിഭാഗത്ത് എന്ത് ചെയ്ത് ഹെഡ് ലൈറ്റിൻ്റെ ഈ DRL ലൈറ്റ് എന്നുള്ള രീതിയിൽ 2 പൊസിഷൻ കൊടുത്തു. പിന്നെ അതിൻ്റെ താഴെ ഇവിടെയും അഡ്ജസ്റ്റബിൾ ലിവേഴ്സാണ്. ഫുള്ള് LED ലൈറ്റിംഗ് ആണ്. പിന്നെ ഹെഡ് ലൈറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ലൈറ്റ്നിങ് ബോൾട്ട് പോലത്തെ DRL കൊടുത്തിട്ടുണ്ട്. അത് കത്തി കാണാൻ നല്ല രസം കേട്ടോ. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി ബ്രൈറ്റ് ആവുകയും ചെയ്യും. പിന്നെ അതിൻ്റെ അടിയിൽ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ്. പ്രൊജക്ടർ ഹെഡ് ലാംപ്സിൽ ഡിം ആൻഡ് ബ്രൈറ്റ് രണ്ടും ഉണ്ട്. പിന്നെ ഇതിൻ്റെ കീ ഓണാക്കി കഴിഞ്ഞാൽ, കീ ഇതിനില്ല, പിന്നെ ഒരു USB സോക്കറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. കീ ഓണാക്കി കഴിഞ്ഞാൽ ഇതൊരു നെഗറ്റീവ് LCD ഡിസ്പ്ലേ ആണ്. TFT ഒന്നുമല്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു ഡിസ്പ്ലേയും കൂടെ ഉണ്ട്. ആ റൈറ്റ് സൈഡിലുള്ള ഡിസ്പ്ലേയിൽ വണ്ടിയുടെ പവർ മോഡ്സ് ചേഞ്ച് ചെയ്യുന്നതും പിന്നെ ടേൺ ബൈ ടേൺ നാവിഗേഷൻ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ഈ വണ്ടിക്ക് 4 പവർ മോഡ്സാണ്. ആ പവർ മോഡ്സ് തന്നെ നല്ല ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓഫ് റോഡ് മോഡ് ഉണ്ട്, റെയിൻ മോഡ് ഉണ്ട്, റോഡ് മോഡ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ സ്പോർട്ട് മോഡ് ഉണ്ട്. അതും അങ്ങനെ ഈ മോഡ്സ് പോസിബിൾ ആയത് ഇത് റൈഡ് ബൈ വയർ ആയതുകൊണ്ടാണ്. റൈഡ് ബൈ വയർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇപ്പോൾ ട്രാക്ഷൻ കൺട്രോളും കൊടുത്തിട്ടുണ്ട്. ഡൊമിനാറിലൊന്നും ഇതുവരെ ട്രാക്ഷൻ കൺട്രോൾ വന്നിട്ടില്ല. അപ്പോൾ അത് ഈ വണ്ടിയിലുണ്ട്. അതൊക്കെ കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് ഇതിൻ്റെ ഓഫ് റോഡ് മോഡ് എന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്, രാജീവ് ബജാജ് പറഞ്ഞിട്ടുള്ളത്. അതും ഇതിൻ്റെ റിയർ വീലിലെ ABS ഇത് കട്ട് ചെയ്യുന്നില്ല. അതായത് ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള രീതിയിൽ ABS അധികം ഇൻട്രൂസീവ് ആവാത്ത രീതിയിൽ അത് 2 വീലിലും ആക്ടിവേറ്റ് ആവുന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് കംപ്ലീറ്റ്ലി റിയർ വീലിൽ ABS കട്ട് ഓഫ് ആവുന്നില്ല. പിന്നെ ഈ സ്പോർട്ട് മോഡും ഇതും തമ്മിൽ എന്തായാലും നല്ല ഡിഫറൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അതൊക്കെ ഓടിച്ച് നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് എത്രത്തോളം ഡിഫറൻസ് ഉണ്ട്, ബജാജ് പറയുന്നതിൽ കാര്യമുണ്ടോയെന്നൊക്കെ. സോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇതിൻ്റെ ഓവറോൾ ആയിട്ടുള്ളൊരു വാക്ക് അറൗണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് വണ്ടി പ്രോപ്പറായിട്ട് ഓടിക്കാൻ കിട്ടിയതിന് ശേഷം നമുക്ക് ചെയ്യാം. ഇനി ഈ വണ്ടീനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും, പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും താഴെ കമൻറ്റ് ഡൗൺ ചെയ്യാം. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് അറിയുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേറെ റിവ്യൂ വീഡിയോസും കാണാം. ഒരുപാട് ആൾക്കാർ എന്തായാലും ആ ഒരു സമയമാകുമ്പോഴേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും നിങ്ങൾ നോക്കുക. എൻ്റെ ഒരു റിവ്യൂ വീഡിയോ എന്തായാലും വരും. നമുക്ക് വണ്ടി നാട്ടിലെത്തിയതിന് ശേഷം കിട്ടും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. സോ പുതിയൊരു വീഡിയോ ആയിട്ട് ഇതുപോലത്തെ കണ്ടൻസ് ആയിട്ട് ഉടനെ വരാം. എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. സോ ബൈ.